അത്താഴം കഴിക്കുന്നത് എത്രത്തോളം കുറക്കുന്നോ അത്രത്തോളം നോമ്പ് വളരെയധികം സുഖകരമായിരിക്കും. അത്താഴം അത്തിപ്പഴത്തോളം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ ഇന്ന് കാണുന്നത് എന്താണ്, നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ട് രാവിലെ പകൽ മുഴുവൻ വിശപ്പില്ലാതിരിക്കണം എന്ന തെറ്റിദ്ധാരണയിൽ നമ്മൾ എന്ത് ചെയ്യും, ഭക്ഷണം നന്നായിട്ട് കഴിക്കും, 3 നേരത്തെ ഭക്ഷണം കഴിച്ചു വെക്കും. പിന്നെ മഗ്‌രിബിൻ്റെ സമയത്ത് നോമ്പ് തുറക്കുമ്പോൾ വീണ്ടും 3 നേരത്തെ, രാവിലെ കഴിച്ചിട്ടില്ലല്ലോ എന്നുള്ളത്. ഒന്ന് കഴിക്കാൻ പറ്റൂല എഴുതിയിട്ട് മറ്റേത് കഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ ടോട്ടൽ 6 നേരമായി അല്ലേ. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ സുബഹിക്ക് മുമ്പ് നമ്മൾ അത്താഴത്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം ദഹനമൊക്കെ തുടങ്ങുന്നത് സുബഹി ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് അല്ലേ. ബാങ്ക് കൊടുത്ത ശേഷം ദഹനം തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു ദഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണത്തിനനുസരിച്ച് ദാഹം അനുഭവപ്പെടും, ഉമിനീര് വെള്ളം ഒക്കെ ആവശ്യമുണ്ടാവും അല്ലേ. അപ്പം നമുക്ക് വെള്ളം കൊടുക്കാൻ കഴിയില്ല, അറിയാതെ കുടിച്ചാൽ ചിലപ്പോൾ കഴിയും, അറിഞ്ഞുകൊണ്ടെന്നാലും നമുക്ക് വെള്ളം കുടിക്കാൻ കഴിയില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ശരീരത്തിലുള്ള വെള്ളം യൂസ് ചെയ്ത് എന്ത് ചെയ്യും, ആ ദഹന കാര്യം നടത്തും. അപ്പോൾ ഉള്ള വെള്ളം വലിച്ചെടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ ക്ഷീണിതനാവും. ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, ഒരു 2-3 കാരക്കം ഡേറ്റ്സ് അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഇത് കഴിച്ച് നോമ്പ് പോയിട്ട് പോകുമ്പോൾ നല്ല സുഖകരമായ എനർജറ്റിക് ആയി നോമ്പ് എടുക്കുകയും. ഈ ഒരു എക്സ്പീരിയൻസ് കണ്ടോ നിങ്ങൾ, ഇവർ ഒരു ദിവസം ചെയ്ത് നോക്കിയിട്ടുള്ളൂ, അപ്പം തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു റിലീഫ്, ഒരു റിലാക്സ് ആയിട്ട് നോമ്പ് നോൽക്കാൻ അവിടെ കഴിഞ്ഞു. അപ്പോൾ അത്താഴം അത്തിപ്പഴത്തോളം എന്നത് ചുമ്മാ പറഞ്ഞതല്ല, നമ്മളൊന്ന് ചെയ്തു നോക്കുക. അമിതമായ ഭക്ഷണം കഴിച്ച് നോമ്പ് കൊടുക്കുന്നതും അല്പം മാത്രം ഭക്ഷണം കഴിക്കുന്ന പേരിന് സുന്നത്തിന് വേണ്ടി മാത്രം അത്താഴം കഴിച്ചുകൊണ്ട് നോമ്പെടുക്കുന്നത് നല്ല ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ക്ഷീണമില്ലാതെ നോമ്പിൻ്റെ ആ ഒരു റുമത്ത് അത് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോവാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോമ്പ് റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കാനുണ്ടാവും. കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് വരും വീഡിയോകളിൽ കൃത്യമായിട്ട് പറയാം. ഓക്കെ, താങ്ക് യു.